അവരുടെ ഏത് സ്ക്രിപ്റ്റ് എടുത്താലും ഏൻഷ്യന്റ് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് മാനുസ്ക്രിപ്റ്റോ മൈൽ മാനുസ്ക്രിപ്റ്റോ അല്ല ഈ സന മാനുസ്ക്രിപ്റ്റോ ഏതോ എടുത്തോട്ടെ, ഒന്നും തന്നെ വാലിഡേറ്റ് ചെയ്യുന്നില്ല. അതല്ലേ നേരെ എതിരായിട്ടാണ് പോകുന്നത്. അപ്പൊ അവർ ഇതൊന്നും പിടിച്ചോണ്ട് ഇവിടെ വന്നിട്ട് ഇവർ ഏതാണ്ട് ഭയങ്കര സംഭവമാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ഉള്ള ഇവരുടെ ശ്രമം ഇവർക്ക് ഏറ്റവും വലിയ അടിയാണ് കിട്ടിയത്. അവരുടെ പണ്ഡിതന്മാർ ഇന്ന് വന്ന് പബ്ലിക്കലി വന്ന് ഡിബേറ്റ് ചെയ്താൽ ഞാൻ 100% ഉറപ്പ് ചെയ്യുക, അടുത്ത മാസം പൊളിയേണ്ട ഇസ്ലാം ഇന്ന് തന്നെ പൊളിയും. മുഹമ്മദിന്റെ ആത്മാവാണ്. നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു പട്ടിയായ പരിശുദ്ധാത്മാവിനെ അല്ലേ? ആ പരിശുദ്ധാത്മാവ് കേറിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ ഇരുന്ന് തെറി പറയുന്നത്? നിങ്ങൾ ആ പട്ടി പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി നിങ്ങൾ നല്ല ഒരാളായി ജീവിക്കും. ആ പട്ടി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിലൊക്കെ വസിക്കുന്നത് കൊണ്ടല്ലേ ഈ തെമ്മാടിത്തരമായിട്ട് നിങ്ങൾ എല്ലാം കാണുന്നത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഇത്ര വൃത്തികെട്ട രീതിയിൽ ആ പട്ടിത്തെ പോലെയാണ് പരിശുദ്ധാത്മാവ് കേറിയിട്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നല്ല ആളുകളല്ലേ ആവേണ്ടത്? അപ്പൊ പട്ടി ഇവിടെ മിണ്ടാതെടാ, പട്ടി പൊന്നാര മോനെ, ആ പട്ടി പൊന്നാര മോനെ ജിബോറെ, എടാ നീയൊക്കെ നല്ലതെന്തൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പരിശുദ്ധാത്മ ഒന്നും മിണ്ടണ്ട, അവൻ കുറച്ചോട്ടെ. ഈ ഒന്നും മിണ്ടണ്ട, അവൻ കുറച്ചോട്ടെ. കുറയ്ക്കടാ, നീ കുറയ്ക്ക്. നീ കുറയ്ക്കുന്നില്ലേ? ഇസ്ലാമിന്റെ മാനങ്ങളെ എടാ നിസു നീ കുറയ്ക്ക്. നീ എന്നെ കുറയ്ക്കായിരിക്കും, നീ കുറയ്ക്ക്. എല്ലാവരും ആ പരിശുവിനെ നിങ്ങളൊക്കെ നീ കുറയ്ക്ക്. നിന്റെയൊക്കെ ഉള്ളിൽ വസിക്കുന്നത് തന്തയില്ലാത്ത അത് മുഹമ്മദാ. മുഹമ്മദിന്റെ ഉപ്പ ഒന്ന് പറയണ ആരാണ്? ആ മുഹമ്മദിന്റെ ഉപ്പ എന്ന് പറഞ്ഞു. ഏത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തെന്ന്? എടാ പട്ടികളെ, നിന്റെയൊക്കെ ഉള്ളിൽ വസിക്കുന്നത് തന്തയില്ലാത്ത പരിശുദ്ധാത്മാവല്ലേ? തന്ത ഏതാണോ തള്ള ഏതാണോ അറിയാത്ത നീയൊക്കെ നല്ലവനായിരുന്നുവെങ്കിൽ ഈ തന്തയില്ലാത്ത പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരാധിക്കുമോ? നീയൊക്കെ വായിൽ നിന്ന് വരുന്ന വൃത്തികേടുകള് ഈ തന്തയില്ലാത്ത പരിശുദ്ധാത്മാവുകാരനല്ലേ? ആ പട്ടി പരിശുദ്ധാത്മാവിനെ തല്ലിക്കൊന്നാലേ ഉള്ളൂ നീയൊക്കെ നന്നാവുള്ളൂ. ആ കളവേരുടെ മോളവിടെ, ആ താമാറിനുണ്ടായ ലീ എന്ന് പറയുന്ന പൊലിയാടിച്ച എവിടെ? ലീ എന്ന് പറയുന്ന പൊലിയാടിച്ച എവിടെ? ലീ എന്ന് പറയുന്ന പൊലിയാടിച്ചിനെ വിളിച്ചു കൊണ്ടുപോകാ. പട്ടി പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വീട്ടിലുള്ള ആമിനെയാണ് വിളിക്കുന്നത്. അഭിമാനമാണ്. മുഹമ്മദിനെയാണ് വിളിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ അഭിമാനമാണ്. നിന്റെ ഒക്കെ ഉള്ളിൽ ഈ പട്ടി പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടല്ലടാ നീയൊക്കെ ഇവിടെ കിടന്ന് കുടക്കുന്നത്. നിന്റെയൊക്കെ പരിശു എന്ന് പറയുന്നവനായ പട്ടിക്കും പന്നിക്കും എന്നൊക്കെ വിളിക്കുന്നത് നിന്നിലുള്ള പരിശുദ്ധാത്മാവ്, ആ പട്ടി പരിശുദ്ധാത്മാവ് അല്ലേ നിന്റെ ഉള്ളിലുള്ളത്? നീയൊക്കെ ഈ കുടയ്ക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന പൊലയാടി പരിശു എന്ന പൊലയാടി മോനെ വെച്ചിട്ടല്ലേ നിന്റെ ഉള്ളില് പരിശു എന്ന പൊലയാടി മോനുള്ളത് കൊണ്ടല്ലേ നീയൊക്കെ നേരെ ഒന്നും ജീവിക്കാത്തത്. നീ എന്നാണ് ഈ തമ്മാടിത്തരം നിർത്തുന്നത്? നീയൊക്കെ എന്നാണോ ഈ പട്ടി പരിശു നിന്റെ ലീ എന്ന് പറയുന്ന പൊലയാടിച്ച് മോളടക്കം അവളുടെ അവളൊക്കെ ഉള്ളിലുള്ളത് പന്ന പരിശുവാണ്. പന്ന പരിശു മനസ്സിലായടാ? പട്ടി പരിശുദ്ധാത്മാവേ ഐഷയാണോ വിളിച്ചത്? പന്നിക്കും പാട്ടിക്കും പിന്നെ വർക്കി ബ്രദറെ ഈ ബോബി എന്ന് പറഞ്ഞൊരു ഐഡി താഴെ ഉണ്ട്, അത് എന്റെ ഐഡി. ഒന്ന് ഇൻവൈറ്റ് ചെയ്തേ.
ഇൻവൈറ്റ് ചെയ്ത് അന്ന് മോഡറേറ്റർ ആക്കി. ഓക്കെ, താങ്ക് യു. ഈ അതായത് ഐഡീസിന് മുഹം ഇത് മാക്സിമം ആൾക്കാരെ ബ്ലോക്ക് ചെയ്യണേ. ഈ നിസു എന്ന് പറഞ്ഞ ഐഡി വന്നു കഴിഞ്ഞാൽ നിസുവിന്റെ ഗിബറച്ച ഏത് ഐഡി നിസു വന്നാലും ഐ ഡി എന്നല്ല, സ്ട്രേറ്റ് അത് ബ്ലോക്ക് ചെയ്യും. അത് ക്ലബ് ഡെക്ക് വഴി കയറിയത് തന്നെ ഗിബറച്ച. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്ത, നമുക്ക് ഇവിടെ സിസ്റ്റം വഴി മാത്രമേ റിമൂവ് ചെയ്യാൻ എന്തായാലും പറ്റുള്ളൂ. എന്തായാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വന്ന് രസം, മുഹമ്മദിന്റെ ഒരു തന്തയാണെന്നും രസമായില്ലേ, ഇതൊക്കെ ഒരു ചോദിക്കുന്ന രസമായില്ലേ, രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു ആമിനെ വിളിക്കുന്നു, രസമായില്ലേ. ഐഷയെ ആമി വിളിക്കുന്നു, അതെ, ഐഷയെ വിളിക്കുന്നു, ആമിനെ മുഹമ്മദിനെയും വിളിക്കുന്നു. സന്തോഷം. മുഹമ്മദിനെയും ആമിനായെയും പിന്നെ അങ്ങനെ പിന്നെ എല്ലാ ഇസ്ലാമിന്റെ പ്രവാചകന്മാരെയും മാതാക്കളെയും അവന്റെ സ്വന്തം അമ്മയും അപ്പനെയും ഒക്കെ അവൻ വന്ന് കുരയ്ക്കുന്ന, അവനെ ചീത്ത വിളിക്കുന്ന കണ്ടോ? ഇതാണ് ഒരു ശരാശരി മുസ്ലിമിന്റെ അവസ്ഥ. മുഹമ്മദിനെ പിന്തുടരുന്ന ഒരു ശരാശരി മുസ്ലിമിന്റെ അവസ്ഥ ഇതാണ്.